രുദ്രാർദ്ര 2021 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ന്യൂ ഇയർ നൈറ്റിൽ ഒന്ന് പുറത്തു പോയിരുന്നു. അപ്പോൾ പോയത് നമ്മുടെ കൊല്ലത്തെ സാൽവ ചിക്കൻ എന്ന് പറഞ്ഞ ഹോട്ടലിലേക്കാണ് കേട്ടോ പോയത്. ഒരു ചെറിയൊരു ഔട്ടിംഗ് ആയിരുന്നു. പുറത്തേക്ക് ഒന്ന് കറങ്ങി ഫുഡ് അത് കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ച് തിരിച്ചു വന്നു. അത്രയേ ഉള്ളൂ നമ്മുടെ ഔട്ടിങ്. അപ്പോൾ വിശദമായിട്ട് നമ്മുടെ ഔട്ടിങ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് കാണാം. നമ്മൾ സാധാരണ ഫുഡ് കഴിക്കാനായിട്ട്, അതായത് എന്ത് സെലിബ്രേഷൻ ഉണ്ടെങ്കിലും പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഹോട്ടലിലേക്ക് വരുള്ളൂ കേട്ടോ. സാൽവ ചിക്കൻ എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുഡ് പ്രിപ്പറേഷനൊക്കെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടാണ്, ഒന്ന് ഒളിച്ച് വെച്ചല്ല ചെയ്യുന്നത്. അതുപോലെ നീറ്റ് ആൻഡ് ക്ലീനാണ്. അതുപോലെ നല്ല ടേസ്റ്റി ഫുഡാണ്. വയറ്റിന് യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല. അതുപോലെ ഇവിടെ ഉള്ളവരുമായിട്ടൊക്കെ നമുക്ക് നല്ല അടുപ്പമാണ് കേട്ടോ. നല്ലതുപോലെ നമുക്കറിയാം. എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളിവിടെയാണ് കേട്ടോ വരികയും പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തന്നെ എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മൾ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. ഭയങ്കര തിരക്കായിരുന്നു ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയില്ല. കഴിക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചത്. ഈ പോകുന്നതാണ് ഇതിൻ്റെ മുതലാളി. എല്ലാ ടേബിളിലും വന്ന് എന്തെല്ലാമാണ് അവരുടെ ആവശ്യങ്ങളെന്നും എല്ലാം തിരക്കി അറിഞ്ഞാണ് മുതലാളി നിൽക്കുന്നത് കേട്ടോ. ഒരു മുതലാളിയുടേതായിട്ടുള്ള പവറൊന്നുമില്ല. എല്ലായിടത്തും വരും. സർവ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് എപ്പോഴും ഫുഡ് എടുത്തിരിക്കുകയൊക്കെ ചെയ്യുന്ന ഈ ചേട്ടനാണ്. പക്ഷേ ഇന്ന് ഈ ചേട്ടനെ നമ്മൾ കണ്ടില്ലായിരുന്നു. നമ്മളെ കണ്ടോണ്ടേ ഓടി വന്ന് പറയണം ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വന്നതാണ്. നമുക്ക് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞു. ഇവർ ഇതാ മുതലാളി സംസാരിക്കുന്നുണ്ട്. മിഠായി കൊടുക്കും കേട്ടോ. നമ്മൾ ബില്ല് പേ ചെയ്യാൻ വരുന്ന സമയത്ത് മക്കൾസിനൊക്കെ മിഠായി കൊടുക്കും. അതുകൊണ്ട് ഈ ചേട്ടനൊക്കെ നമ്മളോട് നന്നായിട്ട് വർത്തമാനം പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു. വളരെ മുകളിൽ നിന്നുണ്ടോ പത്തിരി ഉണ്ടാക്കുന്ന ചേട്ടൻ അവിടെ നിന്ന് വർത്തമാനം പറയുകയാണ്. എന്നോടാണ് കേട്ടോ പറയുന്നത്. വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. കാണുന്നില്ലല്ലോ, എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കുറച്ചായി നമ്മളിങ്ങോട്ട് വന്നിട്ട്. എന്നാലും നമ്മളിവർ മറന്നിട്ടൊന്നുമില്ല. നമ്മൾ അടിച്ച് പൊളിക്കാനായിട്ടൊക്കെ എപ്പോഴും എത്തുന്ന ഇവിടെയാണ്. ഇവിടുത്തെ പ്രത്യേകത നല്ല വെളിച്ചെണ്ണയെ പൊരിച്ച് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ്ഫുള്ളാണ് ഇവിടുത്തെ ചിക്കൻ ഫ്രൈ. അല്ലെ, പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് കണ്ടോ? നിങ്ങൾ കണ്ടോ? കാണോ? അടിപൊളിയാണ്. നമ്മൾ ഫുഡ് കഴിച്ചു ബില്ലൊക്കെ പേ ചെയ്ത് വെളിയിലോട്ട് ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അകത്തുനിന്ന് പുറത്തേക്കും പുറത്തുനിന്ന് അകത്തേക്കും ഒക്കെ നല്ല ആളുണ്ട്. ഇവർ നേരത്തെ ഇവിടെ അല്ലായിരുന്നു കേട്ടോ. കുറച്ച് ഓമനല്ലൂർ ആ റോഡിലായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഇവിടേക്ക് നമ്മൾ കൊട്ടിയം നിയറസ്റ്റായിട്ട് വന്നത്. മുതലാളി പുറത്തിറങ്ങി എല്ലാവരോടും സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നൊക്കെ തിരക്കുന്നുണ്ട്. നല്ല എഴുതിയിട്ട വലുതാണ് കേട്ടോ. നമുക്ക് എല്ലാം കാണാൻ സാധിക്കും. ഒന്നും ഒളിച്ചല്ല, എല്ലാം പുറത്ത് ഇതായിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് കേട്ടോ. അതുപോലെ ഇവിടെ രാവിലെ ഫുഡൊന്നുമില്ല. ഉച്ചയ്ക്ക് തൊട്ടാണ് ഫുഡ്. അൺലിമിറ്റഡ് ബിരിയാണിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നൈറ്റിലാണ് ഉള്ളത്. ഈ ഉച്ച തൊട്ട് പിന്നെ എനിക്ക് 4 മണി വരെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഈ കട. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഉച്ചയ്ക്ക് 2 മണി, ഉച്ചയ്ക്ക് 2 മണിയല്ല കേട്ടോ, 12 മണി ആ ടൈമിലൊക്കെയാണ് തുറക്കുന്നത്. കാര്യം ഉച്ചക്കലത്തെ ഫുഡും രാത്രിത്തെ ഫുഡുമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ ഈ ചേട്ടൻ നിന്ന് അപ്പം ഉണ്ടാക്കുന്നുണ്ടോ, ഇതൊക്കെ പുറത്താണ് കേട്ടോ. BBQ ഒക്കെ പുറത്താണ്. ഷവർമ, ഷവായി, അൽഫാം എല്ലാ ഐറ്റംസും ഉണ്ട്. നമ്മുടെ ജ്യൂസ് ഐറ്റംസ് ഉണ്ട്. എന്ത് വേണമെങ്കിലും ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസും ഉണ്ട്. ചായ, കാപ്പി, തേയിലുള്ള എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടും. അത് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കിട്ടും കേട്ടോ. തിരക്ക് എത്ര ഉണ്ടെങ്കിലും ഒരുപാട് സ്റ്റാഫുകളുണ്ട് അതിനകത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പം BBQവിൻ്റെ പുറത്താണ്. അവിടെ നിന്നാണ് അകത്തേക്ക് പോകുന്നത്. മുതലാളി എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ടിങ്ങനെ കട്ട് ചെയ്തിരുന്നതുകൊണ്ടാണ് അത് അറിയാൻ പറ്റാത്തത്. നല്ല തിരക്കുണ്ട്. വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പം നമ്മൾ വന്ന് എനിക്കൊന്നൊരു 8:30-9 മണി സമയമാണ് നമ്മൾ വന്നത്. ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പം തന്നെ ഇത്രയും തിരക്കുണ്ട്. എപ്പോൾ വന്നാലും ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ ടേബിളൊക്കെ കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കേണ്ടി വരും. പാർക്കിംഗ് അകത്തും ഉണ്ട്. അതുപോലെ തന്നെ പുറത്ത് റോഡ് സൈഡിൽ നമ്മൾ പാർക്ക് ചെയ്ത്, നമ്മൾ വണ്ടി പുറത്താണ് കേട്ടോ പാർക്ക് ചെയ്തത്. അപ്പോൾ കൊല്ലം ജില്ലയിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിലും ട്രിവാൻഡ്രത്തു നിന്ന് അങ്ങോട്ട് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് നല്ലൊരു സ്പോട്ടാണ് ഇവിടെ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ഫുഡാണ്, നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. അതുകൊണ്ട് ഈ ചേട്ടൻ നമുക്ക് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നതും ഹോട്ടലിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എത്ര മണി വരെ ഉണ്ടെന്നൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ വണ്ടി അങ്ങാണ് കൊണ്ടിട്ടേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് കുറച്ചങ്ങ് ദൂരെയാണ് ഇട്ടേക്കുന്നത്. അകത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് അപ്പോൾ ഇല്ലായിരുന്നു. അതിന് വേണ്ടി തിരക്കുണ്ടായിരുന്നു. നമ്മൾ വന്ന സമയത്ത് കുറച്ച് നേരം നിന്ന് നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയത്. അപ്പോൾ എല്ലാം ഇത് വരുന്നത് കൊട്ടിയത്തു നിന്ന് കൊല്ലത്തേക്ക് പോകുന്ന സൈഡിലാണ്. പോകുന്നവർക്ക് ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ച് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. ഈ ഹോട്ടലിൽ മുന്നേ പോയി ഫുഡ് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളും നിങ്ങൾ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം.
അതുകൊണ്ട് നമ്മുടെ ചേട്ടൻ അവിടെ ഷവർമ്മ ഉണ്ടാക്കുകയാണ് കേട്ടോ. അച്ഛന് ഇവിടുത്തെ ഷവർമ്മയെക്കാട്ടി ഇവിടുത്തെ ഷവർമ്മയാണ് കേട്ടോ ഇഷ്ടം. പക്ഷെ നമ്മളിന്ന് കഴിച്ചില്ല. അവിടെ സാരമില്ല, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മുടെ വണ്ടി കുറച്ച് അങ്ങോട്ടാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ അവിടേക്ക് പോവുകയാണ്. നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ മുത്തപ്പൻ്റെ കടയിലേക്കാണ്. അവിടുത്തെ കരിക്കിൻ ഷേക്ക് ഭയങ്കര ഫേമസ് ആണ്. എല്ലാം ഫ്രഷാണ് കേട്ടോ. ഇവിടുത്തെ ജ്യൂസ് ഐറ്റംസ് എല്ലാം. ജ്യൂസ് ആൻഡ് ഷേക്ക് മുത്തപ്പൻ്റെ ജ്യൂസ് കട എന്ന് പറയുന്നതാണ്. എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് വൈറലായിട്ടുള്ള കടയാണ് കേട്ടോ ഇത്. ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ വന്ന് ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്കതുപോലെ വ്യക്തമായിട്ട് അങ്ങനെ പറയാനൊന്നും നമുക്കറിയില്ല. എന്നാൽ നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ പറയുകയാണ്. നമ്മളിവിടുന്ന് കരിക്കിൻ ഷേക്കാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയത്. നമ്മൾ കരിക്കിൻ ഷേക്ക്, പിന്നെ അമ്മയ്ക്കൊരു പൈനാപ്പിൾ ജ്യൂസും വാങ്ങിച്ചു. നമ്മൾ 4 പേര് കരിക്കിൻ ഷേക്ക് വാങ്ങിച്ചു. കരിക്കിൻ ഷേക്ക് ഞങ്ങളുടെ ഉയിരാണ് കേട്ടോ. എത്ര കഴിച്ചാലും മതിയാവില്ല. പക്ഷേ ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞിരുന്നത് കൊണ്ട് തന്നെ മക്കൾസിനും ഒന്നും വേണ്ടിയിരുന്നില്ല. ഞാനാണ് എല്ലാവരുടെയും ഷേക്ക് കുടിച്ചത്. ഞാൻ കുറച്ച് ഫുഡ് കഴിച്ചോളാം. 2 പൊറോട്ട മാത്രമേ ഞാൻ കഴിച്ചോളൂ. ഞങ്ങൾ കഴിച്ചത് പറഞ്ഞില്ലായിരുന്നല്ലോ. പൊറോട്ടയും ചിക്കൻ ഫ്രൈ, BDF, പിന്നെ ബീഫ് ഫ്രൈ, ഇതാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചത്. അവിടെ നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിയത് അത്രയായിരുന്നു. അത് പറയാൻ മറന്നുപോയി. അതുകൊണ്ട് ഇവിടെ നമ്മൾ 4 കരിക്കിൻ ഷേക്കും വാങ്ങിച്ചു, ഒരു പൈനാപ്പിൾ ജ്യൂസും വാങ്ങിച്ചു കുടിച്ചു. വണ്ടിയിലിരുന്ന് കഴിച്ചുകൊണ്ടാണ് നമ്മൾ വീട്ടിലോട്ട് പോയത്. ഇത്രയായിരുന്നു നമ്മുടെ ഔട്ടിങ്. കൊല്ലത്തോട്ടൊന്നും നമ്മൾ പോയില്ല കേട്ടോ. അതായത് അവിടെ പോലീസിന് ഭയങ്കര ചെക്കിങ്ങും പിന്നെ ഭയങ്കര ട്രാഫിക് ബ്ലോക്കും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ പോയില്ല. നമ്മൾ തിരിച്ച് വന്നിട്ടാണ് നമ്മുടെ അന്നത്തെ ലൈവൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് സമയം കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വെച്ച് നമ്മുടെ യാത്ര അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയി. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ന്യൂ ഇയർ നൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. വീഡിയോ ചെയ്യുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് അടിയിൽ കമൻറ്റ് ചെയ്യണം പ്ലീസ്. നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളൊന്ന് കാണണം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടുകൂടി നമ്മളിവിടെ സൈൻ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു വട്ടം കൂടി നമ്മൾ പറയുകയാണ്, രുദ്രാർത്ഥ 2021 എന്ന് പറഞ്ഞ നമ്മുടെ കുഞ്ഞു ചാനലിനെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണം. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറന്നു പോകരുതെന്ന് വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ബൈ, സി യു, ബൈ എല്ലാവർക്കും ബൈ, താങ്ക് യു.